ഹലോ, ഇന്നൊരു കാലത്തത്തെ വീഡിയോ ആണേ. അപ്പോൾ ദേ നമ്മുടെ നാമഞ്ചൊല്ലിലും പരിപാടികളൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ കയറിയത്. ഇപ്പോൾ മാവ് പൊന്തിയിട്ടുണ്ടോ എന്നാണ് ആദ്യം പോയിട്ട് നോക്കിയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാണ്ട് പൊന്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ദേ അതിലേക്ക് ഉപ്പൊക്കെ ഇട്ടു, അതൊക്കെ നന്നായിട്ട് ഇളക്കി ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ശർക്കര കാപ്പിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ദേ നമ്മുടെ ഇഡ്ഡലി നമ്മൾ ദേ ആവി വന്നപ്പോൾ കോരി ഒഴിക്കാൻ കേട്ടോ ഇഡ്ഡലി ചെമ്പിനത്. അത് കഴിഞ്ഞപ്പോൾ ദേ വലിയ കുഴപ്പമില്ലാത്ത സോഫ്റ്റ് ഇഡ്ഡലി ആവുമെന്ന് വിചാരിക്കുന്നു. കാരണം അത്യാവശ്യം നന്നായിട്ട് പൊന്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയത് 2 ഗ്ലാസ് പച്ചരിയും 2 ഗ്ലാസ് റേഷൻ്റെ വെള്ളരിയില്ല അതും ഉഴുന്നും കുറച്ച് ഉലുവയും കൂടി ചേർത്തിട്ടാണ്. അപ്പോൾ എടുത്തു വന്നപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് നല്ല സോഫ്റ്റ് ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സബോളയും തക്കാളിയും 2 വറ്റൽമുളകും വേപ്പിൻ്റെ ഇലയും ഉപ്പും കൂടിയിട്ട് വാട്ടാൻ വെച്ചു കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതേ വാട്ടാൻ വെച്ചിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചോറായിട്ടുണ്ടായിരുന്നു അടുപ്പത്ത്. അപ്പോൾ ചോറ് ഞാനിതേ വാർക്കാൻ വെച്ചു. വാർക്കാൻ വെച്ചിട്ട് അവിടെ തന്നെ ഞാൻ മീൻകൂട്ടാൻ ചാളക്കറി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുമേ പിന്നെ ഇത് ചട്നിക്ക് വേണ്ടിയിട്ട് നാളികേരും 4 പച്ചമുളകും ഒരു കഷ്ണം ചെറിയ ഇഞ്ചിയും കൂടിയിട്ട് അരച്ചു. എന്നിട്ടിത് അത് കടുക് പൊട്ടിച്ചു. അപ്പോൾ ചട്നിയായി, ചമ്മന്തിയായി, പിന്നെ അത് മീൻകൂട്ടാനായി അപ്പോഴേക്കും. എന്നിട്ട് ഞാനിത് ഉള്ളി കാച്ചിട്ടാ. പിന്നെ എനിക്കൊരു ചെറിയൊരു ചമ്മന്തി ഉണ്ടാക്കി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.